എന്താ ഒരു ജന്ന പറയാനൊന്നും അള്ളാന്റെ റസൂലിന്റെ നാവ് പൊങ്ങൂല. കിയാം ഉവമാ യുദരീക്കല്ല അല്ല സാത്ത ഖരീബ് എന്ന് അള്ള ചോദിക്കണം. അന്ത്യനാൾ അടുത്തു നബി പറയണമെന്ന് പൂതി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ത്യനാൾ അടുത്തു എന്നാണ് ആരുടെ വിവരം തന്നു എന്നാ ചോദിച്ചത്. ഒമാ യുജല്ലിഹ ഇല്ലാ ഫി സാഅത്തിഹ, അത് അതിൻ്റെ സമയത്തല്ലാതെ വെളിവാവില്ല എന്ന് അള്ള പറഞ്ഞു. എന്നിട്ട് ഇവരെ അന്ത്യനാളിൻ്റെ അടയാളം ഇങ്ങനെ പറയാം. ആ ഹദീസ് തന്നെ നോണേണ്. വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു ചെക്കനുണ്ടായിരുന്നു, ഒരു കുട്ടി. നീ എന്ന് വയസ്സനാവുന്നു അന്ന് കിയാമനാളുണ്ടാവുന്നു അവനോട് പറഞ്ഞു. മരിച്ചിട്ട് മണ്ണായിട്ട് 1400 കൊല്ലം കഴിഞ്ഞ് ഇന്നേ വരെ കിയാമനാൾ. ഈ പാഹ്യന്മാർ നോണ ഉണ്ടാക്കുകയാണെങ്കിൽ പറ്റണ നോണ ഉണ്ടാക്കണ്ടേ. ഈ ഹദീസ് തന്നെ ഹലക്കത്ത് ഉമ്മു ഹറാമിൻ്റെ ഹദീസ് തന്നെ ഹലക്തൂന്നോ ഹലക്കത്ത്. അവളങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടു, ഒരു ദാപത്തിൻ്റെ പുറത്ത് കയറി. ആ ദാപത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ വീണ് ചത്തൂന്ന്, ഞാൻ വീണ് മരിച്ചൂന്ന്. ഇങ്ങോട്ട് ഈ ഹദീസ് ഓളെന്നെ റിപ്പോർട്ടും ചെയ്യാം. മരിച്ചിട്ടേ ചിറിച്ചിട്ട് യാതൊരു അന്തമല്ല. അതിൽ ഇത് മനസ്സിലാക്കിയ ആളുകൾ എന്താണെന്നോ, ഹലക്കത്ത് എന്ന് ഓള് മരിച്ചു എന്നാക്കി. ഹലക്കത്തൂന്നല്ല അവിടെയെന്ന്. ഇപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്യുക, ഞാനങ്ങനെ യുദ്ധത്തിന് പോയി മരിച്ചു. അവരും പിന്നെ കുതിരപ്പുറത്തുനിന്ന് വീണു, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് നിന്നെ തള്ളിയിട്ടു, ഞാൻ മരിച്ചു എന്ന്. ഞാനേ മരിച്ചു പോയിട്ട് പിന്നെ വന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ നുണകൾ തന്നെ ഉണ്ടാക്കി തന്നെ ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്, വായിക്കാൻ രസം. ഒരു കാലഘട്ടത്തിൽ ഇപ്പം എൻ്റെ കുടിയിൽ ബുഹാരി എന്നല്ല, നിങ്ങൾ വന്ന് നോക്കിക്കോളൂ, ഒരു ബുഹാരിയുടെ പൊട്ടില്ല. ഇപ്പം ബുഹാരി ഒന്ന് കിട്ടണമെന്നുണ്ട് ഞാനങ്ങനെ. കാരണം അത് വീട്ടിൽ വെച്ചാൽ ആ വീട് തന്നെ നശിക്കും. അത്രയ്ക്ക് വൃത്തികെട്ട ഗ്രന്ഥമാണ്. ഇന്നലെ വരെ ചെരുപ്പ് ധരിക്കാതെ നടന്നിരുന്ന ആളുകൾ ഇന്ന് കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കുക. അത് ലോകത്തിൻ്റെ നിയമമാണത്, ലോകത്തിൻ്റെ നിയമമാണത്. പാട്ട് പാടുന്ന പെണ്ണുങ്ങളും ഉപകരണങ്ങളും ഉണ്ടാകുക, അത് ലോകത്തിൻ്റെ നിയമം. ഇതില്ലാത്ത കാലേതാ? ഞാൻ പഠിച്ച ചരിത്രത്തിൽ എവിടെയും പാട്ട് പാടുന്ന പെണ്ണും പാട്ട് പാടുന്ന ഉപകരണവും ഇല്ലാത്ത കാലം കഴിഞ്ഞിട്ടില്ല. കിയാമത്ത് എന്നോ ഉണ്ടാകേണ്ടതായിരുന്നു. കഴിഞ്ഞ തലമുറയിൽ ദരിദ്രരായ ആളുകൾ പിൻതലമുറയിൽ അവർ അധ്വാനിക്കും. കഴിഞ്ഞ തലമുറയിൽ സമ്പന്നർ പിൻതലമുറയിൽ സുഖലോലുപരായി നശിക്കും. ഇത് ലോകത്തിൻ്റെ പ്രതിഭാസ. അത് ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് പറഞ്ഞൂടെ, അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ കിയാമത്ത് അങ്ങനെ കിയാമത്ത് ഉണ്ടാകുകയാണെങ്കിൽ എന്നോ ഉണ്ടാകേണ്ടതായിരുന്നു. അതിലൊക്കെ റസൂൽ പറയില്ല സഹോദരൻ. അള്ളാൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാ? അപ്പം അതാണ്, ഈ റസൂലിനെ അനുസരിക്കാനല്ലാതെ ദൂതൻ നബിനെ അനുസരിക്കാനേ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൗലവിമാർ അങ്ങനെ ഉണ്ടോ? ഇത് പരിശോധിക്കണ്ടേ. മുഹമ്മദിൽ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മൗലവിമാർക്ക് അന്തം പൂടുക. തിരയാണ് നിങ്ങൾ ഇതിലില്ല ആയത്തുകൾ തിരഞ്ഞോളി, കിട്ടൂല നിങ്ങൾക്ക് എന്നാണ്. എന്ന പോലെ നബിനെ അനുസരിക്കാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സംശയം. അപ്പം നബിനെ അനുസരിക്കണ്ടേ? നബിനെ അനുസരിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ദൂതനെ അനുസരിക്കാൻ പറഞ്ഞേക്കണു, നബിനെ അനുസരിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് മാത്രം ഭാര്യമാരോട് വലാ യഅസീന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാരോട്, അത് ഭർത്താവ് എന്നുള്ള നിലക്ക് അതന്നെ ഒരു നിബന്ധന വെച്ചു. അവിടെയും ബിൽ മഅറൂഫായ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞു. വലാ യഅസീന ബി മഅറൂഫിൻ, അവിടെ ഒരു നിബന്ധന, ഉപാധി വെച്ചിട്ടുള്ള അനുസരണമല്ലാതെ അവിടെ ഭാര്യമാരോട് വരെ നബിനെ അനുസരിക്കാൻ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ അവിടെ അനുസരിക്കൂന്നല്ല, ധിക്കരിക്കരുത് എന്നാണ് പറഞ്ഞത്. ബി മഅറൂഫിൻ, ഭൗതികമായി ഏതെങ്കിലും ഒരു നല്ല കാര്യം ഭർത്താവ് എന്നുള്ള നിലക്ക് അദ്ദേഹം നിങ്ങളോട് പറയുകയാണെങ്കിൽ അവിടെ ധിക്കരിക്കാൻ പാടില്ല എന്ന്. അവിടെയും പിന്നെ മറ്റേ റസൂൽ നബിനെ അനുസരിക്കൂ, അത്തിയന നബിയ എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ എവിടെ പറഞ്ഞിക്കണോ? അപ്പോഴാണ് റസൂൽ എന്ന് പറഞ്ഞാൽ ഈ റിസാലത്താണ്. അതാണ് അള്ള സൂക്ഷ്മമായിട്ടാണ് ഓരോ പദങ്ങളും. അതാണ് എനിക്ക് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെയും ഇങ്ങനെ ഭയങ്കര വായിക്കും തോറും രസം. ഓരോ പദങ്ങൾ, ഓരോ അക്ഷരങ്ങളിലും അതിൽ അത്ഭുതങ്ങളാണ്.
എന്താ അല്ല ഇങ്ങനെ കോർവ വെച്ച് ഇത്രയും സൂക്ഷ്മമായി ഇതിൻ്റെ പിന്നിൽ ഒരാളില്ലാതെ നടക്കില്ല. അത് ഞാൻ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ. അല്ല, എവിടെയെങ്കിലും ഒന്ന് ഒരു അത്യോൻ നബിയാണോ അത്യോയിനൻ നബിയാണോ ഒരു സ്ഥലത്തെങ്കിലും ഒന്ന് പറഞ്ഞു പോണ്ടേ? നബിനെ അള്ളാഹു തിരുത്തും. അതാണ് റസൂലിനെ ഒരു സ്ഥലത്ത് പോലും തിരുത്തിയിട്ടില്ല. അതാ റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം. എന്തിന് നബി നീ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കും. അത് നബിയാണ്. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെന്ന വ്യക്തിയാണ്, ഞാനെന്ന വ്യക്തിയാണ്. പക്ഷേ ഈ പരിശുദ്ധ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുമ്പോൾ അതാണ് ദൂത്, അതാണ് ദൂതൻ. മറ്റത് നബിയാണ്, മുഹമ്മദാണ്. ആ നബിയെ അനുസരിക്കണ്ട, ആ മുഹമ്മദിനെ അനുസരിക്കണ്ട, ആ മുഹമ്മദിൽ വിശ്വസിക്കണ്ട. അതാണ് വ്യത്യാസം. പക്ഷേ റസൂലിനെ അനുസരിക്കണം. അവിടെയാണ് വ്യത്യാസം. ഞാൻ ഈ ആയത്ത് ഓതി തരുമ്പോൾ നിങ്ങൾ ഓതുമ്പോൾ നിങ്ങൾ റസൂലാണ്. ആ റസൂലായ നിങ്ങളെ ആ വിഷയത്തിൽ അനുസരിക്കണം. അതാണ് ഈ നബി, മുഹമ്മദ്, റസൂൽ. ഇത് വ്യത്യസ്തങ്ങളാണ്. എന്തിനാ നബി താങ്കൾ അങ്ങനെ ലീമ അതിൻത എന്തിനാണ് അനുവാദം കൊടുത്തത്? കുല്ലി അസ്വാജിക്ക യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക്ക യാ അയ്യുഹ റസൂൽ കുല്ലി അസ്വാജിക്ക എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഇത് വളരെ സൂക്ഷ്മമായിട്ട് അള്ളാഹു വിശകലനം ചെയ്തിട്ട് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് റിസാലത്ത് അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, റസൂലിൽ വിശ്വസിക്കുക, റസൂലിനെ പിൻപറ്റുക. ഇതല്ലാതെ വേറെ എവിടെ നബിനെ അനുസരിക്കുക എന്ന് ഒരു സ്ഥലത്ത് പോലും. അത് മാതാപിതാക്കളെ അനുസരിക്കണം ആ ഉപാധി വെച്ചിട്ട്. അത് ലുക്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഒ സാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. മഅറൂഫായ കാര്യത്തിൽ ഭൗതിക ലോകത്ത് അവരെ നിങ്ങൾ അനുസരിക്കണം. അത് മാതാപിതാക്കളെ വരെ അനുസരിക്കാൻ കുഴപ്പമില്ല. ആ ഒരു നിബന്ധന വെച്ചിട്ടാണ്, ഉപാധിയോടുകൂടിയാണ് ഭർത്താവായ മുഹമ്മദ് നബിയെ അനുസരിക്കാൻ ഭാര്യമാരോട് വരെ പറഞ്ഞത്. അവിടെയും അനുസരിക്കൂന്നല്ല കേട്ടോ, അനുസരിക്കൂ എന്നുള്ളൊരു കൽപ്പന ഇല്ലേ ഇല്ല. നബിനെ ധൈര്യത്തിൽ പറഞ്ഞോളൂ. നിങ്ങൾ ഒരു സംശയവും ഒരു മടിയും വിചാരിക്കേണ്ടായില്ല. ഒരു സ്ഥലത്ത് മാത്രം ഭാര്യമാരോട് വലാ യസീന ധിക്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ധിക്കരിക്കാൻ പാടില്ല. അപ്പോൾ ഖുർആനിൽ നിന്ന് എന്ത് കിട്ടുന്നുവോ, വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്താണ് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്, അതാണ് നമ്മുടെ പ്രമാണം, അതാണ് നമ്മുടെ ദീന്, അതാണ് നമ്മുടെ ഇസ്ലാം, അതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. അതിന് മറ്റേ ഈ കൈ ഇങ്ങനെ ഇളക്കാൻ കിട്ടുമോ? കൈ ഇവിടെ കെട്ടണം, ഇവിടെ കെട്ടണം, ഇവിടെ കെട്ടണം, അയച്ചിട്ടെക്കണോ? അതൊക്കെ ഈ തിരൂരങ്ങാടി എന്നുള്ള ബുക്കിന്നേ കിട്ടുമോ? അല്ലെങ്കിൽ ബുഖാരിയുടെ കിതാബിൽ നിന്ന് അതൊക്കെ കിട്ടുള്ളൂ. അത് ഞാനൊക്കെ ഇതിൽ പ്രസംഗിക്കാൻ വന്നിരുന്ന കാലത്ത് സുല്ലമി ചോദിച്ചിരുന്ന ചോദ്യം, ചൂടുള്ള ചേമ്പ് മാന്താൻ കിട്ടുമോ? എന്നോട് ഇപ്പോഴും ചോദിച്ച ഓർമ്മയുണ്ട്. അന്ന് പിന്നെ മാഷേനെ നല്ല തമാശയിൽ പറയും, നമുക്കൊരു സ്റ്റെപ്പിനിയായിട്ട് നിന്ന് കൊടുത്താൽ മതിയായിരുന്നു. ആ സുല്ലമി എൻ്റെ പെണ്ണുങ്ങളോട് പോയി കുമ്പിടടി എന്ന് പറഞ്ഞാൽ ഓൾ പിന്നിലേക്ക് കുമ്പിടണമെന്ന് കാണണം. അങ്ങനെ ചോദിച്ചു നോക്ക്. കുമ്പിടെന്ന് പറഞ്ഞാൽ മുന്നിലേക്കേ കുമ്പിടുള്ളൂ. അത് പ്രത്യേകം. അത് പിന്നെ അന്ന് അങ്ങനെ പറയേണ്ടി വന്നു. അത് അങ്ങനെ പറയല്ല നിവൃത്തിയില്ല. ചൂട് ചെയ്യുമ്പോൾ മാന്താൻ കിട്ടുമോയെന്ന് എങ്ങനെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഈ തിരൂരങ്ങാടിയിൽ നിന്നും പൊന്നാനിയിൽ നിന്നൊക്കെ അടിക്കുന്ന ബുക്കിന്നേ കിട്ടുള്ളൂ. അല്ല മൊത്തത്തിലേ പറയുള്ളൂ, ലാ തുൽക്കു ഐദീക്കും ഇലത്തഹ്ലബി ഐദീക്കും ഇലത്തഹ്ലൊക്കെ. അതിൽ ചൂട് ചെയ്യുമ്പോൾ മാന്തണ്ടാന്നും കിട്ടും, കാറിൻ്റെ മുന്നിലേക്ക് ചാണ്ടാന്നും കിട്ടും, സമ്പത്ത് അനാവശ്യമായി നാശത്തിലേക്ക് വലിച്ചെറിയരുതെന്നും കിട്ടും. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും അതിൽ കിട്ടും. അയൽവാസിക്ക് ഗുണം ചെയ്യാനേ അള്ളാഹു പറയുള്ളൂ, മൊത്തത്തിലേ അല്ല പറയുള്ളൂ. അതിന് ചാറ്റിൽ വെള്ളം കൂട്ടിയിട്ട് അയൽവാസിക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ അത് കൊടുക്കുക. അതേ ഹദീസിൽ നിന്ന് അതേ കിട്ടുള്ളൂ. നബി അങ്ങനെ ചെയ്തു. അയൽവാസിക്ക് ചാറ്റിൽ കുറച്ച് വെള്ളം കൂട്ടി അയൽവാസിക്ക് കൊടുത്തു. അങ്ങനെ നിസ്സാരമായ കാര്യമൊക്കെ ഈ ബുഖാരിയുടെയും തിരൂരങ്ങാടി നടിക്കുന്ന ബുക്കിൽ നിന്നൊക്കെ കൊടുക്കും. അള്ളാഹു മൊത്തത്തിലേ പറയുള്ളൂ. അതിൽ എല്ലാം പെട്ടു. ജാറിന് അയൽവാസിക്ക് ഗുണം ചെയ്യൂ, വാപ്പാക്ക് ഗുണം ചെയ്യൂ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൂ.
എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടിലേ എല്ലാതും. ഇപ്പം എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്യേണ്ട കാര്യമാവില്ല നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും. അത് ഓരോരുത്തരുടെയും കാലഘട്ടത്തിനും പ്രദേശങ്ങൾക്കും സമൂഹത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസം വരും. അപ്പം അത് ചെയ്യുക. എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും പനിയായിട്ടാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോവുക. വേറെ ആളുടെ വാപ്പാക്കും ഉമ്മാക്കും നടക്കാൻ കഴിയില്ലെങ്കിൽ കയ്യമ്മ പിടിക്കുക. അത് പലതും പലതല്ലേ. അത് ഒന്നും പറയണ്ട, ഇത് പറഞ്ഞാൽ മതി. ഇത് മൂളയുള്ള മനുഷ്യനോടല്ലേ ഇത് പറയണത്. പല എല്ലരിപ്പിനെ ഹുമരിഹിന്ന അല്ല ജൊയോബിഹിന്ന എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനെ മൂടുപടം താഴ്ത്തിയിടുക എന്ന് പറഞ്ഞാൽ നബി ഇങ്ങനെ ഒരു കുപ്പായിട്ട് ഇങ്ങനെ ഒരു പർദ്ദട്ടിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കൊന്നും വേണ്ട. അത് പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലാവും. ഇപ്പം എൻ്റെ വാപ്പ പനിയായിട്ട് കിടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോയാലാണ് അപ്പോൾ ഗുണം ചെയ്യൽ. അയൽവാസിക്ക് ഗുണം ചെയ്യാനേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഒരയൽവാസിയുടെ വീട് കത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള സഹായമാണ് വേണ്ടത്. ഒരയൽവാസിയുടെ കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രയാസപ്പെടുകയാണെങ്കിൽ അതിന് സഹായിക്കുക വേണ്ടത്. ഒരയൽവാസി വളരെ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്, ആശുപത്രിയിലേക്ക് പോകാൻ കാശില്ലെങ്കിൽ അത് സഹായിക്കുക വേണ്ടത്. അത് വ്യത്യസ്തമല്ലേ. അത് ഓരോന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല. അയൽവാസിക്ക് ഗുണം ചെയ്യുക, അത് ഗുണങ്ങൾ കാലഘട്ടത്തിനും പ്രദേശങ്ങൾക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായിരിക്കും. അത് ചെയ്യുക. അപ്പം അതാണ് പരിശുദ്ധ ഖുർആനിൽ ഇന്നതുണ്ടോ 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 എന്ന് ചോദിക്കേണ്ട. ഉള്ളത് എന്താണെന്ന് നോക്കുക, അത് പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പം അതിൽ ഹജ്ജ് ഉണ്ടോ? ഹജ്ജ് ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഉംറ ഉണ്ടോ? ഉംറ ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇല്ല. അതിങ്ങനെ ഒരു പില്ലർമേലേക്ക് ഇങ്ങനെ കല്ലെടുത്തറിയാം, മണിക്കല്ല്. അതിവിടെ ഇവിടെ ഉണ്ടല്ലോ, അവിടെയല്ലേ ഇപ്പോൾ ഈ ശബരിമലയിലല്ലേ കുറേ ആൾക്കാർ മരിച്ചത്. അവിടെ ഈ കല്ല് കൊണ്ടുപോകണ പരിപാടി ഉണ്ട്. ചെരക്കല്ലിൻ്റെ ഒരു കുന്നുണ്ട് അവിടെ. ഈ കല്ലൊക്കെയും കൊണ്ടുപോയിട്ടിട്ട് അവിടെയാണ് കഴിഞ്ഞ കൊല്ലം എന്നെ മറ്റേ അപകടം ഉണ്ടായിട്ട് ആളുകൾ ഒരുപാട് മരിച്ചത്. വിശ്വാസത്തിൽ എന്താ വ്യത്യാസം എന്നാ ഞാൻ ചോദിക്കുക. എന്താ വ്യത്യാസം? മുതൂർ മുതലേ പിന്നെ അവസാനം പറഞ്ഞ സ്കുൽ യായുഹൽ കാഫിറു എന്നല്ലേ. അവിടെ ലാ അഅ്ബുദു മാ തഅ്ബുദു എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയൊരു വിശദീകരണം കൂടി ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ തരികയാണ്. എൻ്റെ വണക്കത്തിൻ്റെ രൂപമല്ല നിങ്ങളുടെ വണക്കത്തിൻ്റെ രൂപം എന്നാണ്. ഞാൻ വണങ്ങുന്ന അള്ളാഹുവിനല്ല നിങ്ങൾ വണങ്ങുന്നത് എന്നല്ല. അവിടെ മാ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വണങ്ങുകയും അള്ളാഹുവിന് വഴിപ്പെടുകയും ചെയ്യുന്ന രൂപമല്ല നിങ്ങളുടേത്. നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുകയും വണങ്ങുകയും അബദിൻ്റെ പണി, ഒരു ദാസൻ്റെ പണിയെടുക്കുകയും ചെയ്യുന്ന ആ പണിയല്ല ഞാൻ എടുക്കുന്നത്. അതാണ് അവിടെ മാ എന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന പടച്ചോനല്ല ഞാൻ ആരാധിക്കുന്നത്, ഞാൻ ആരാധിക്കുന്ന പടച്ചോനല്ല നിങ്ങൾ ആരാധിക്കുന്നത്. അങ്ങനെയല്ല. അതിന് മന്ന പറയാം. മാന്നില്ല ഒയറു ആക്കലിൻ്റെ പദം ഉപയോഗിക്കൂല അവിടെ. പക്ഷെ മുഫസ്സിരിങ്ങളൊക്കെ പറഞ്ഞേക്കണം അങ്ങനെയാണ്. നീ ആരാധിക്കുന്ന അള്ളാഹ്ക്കല്ല ഞാൻ ആരാധിക്കണത്, ഞാൻ ആരാധിക്കുന്ന അള്ളാഹ്ക്കല്ല നിങ്ങൾ ആരാധിക്കണതെന്ന്. അവിടെ ഈ മാന്ന് പറഞ്ഞ അതിലൊക്കെ അർത്ഥമുണ്ട്. എന്തിനാ അവിടെ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അന്തും അഅ്ബുദൂന മൻ അഅ്ബുദു എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ ആരാധിക്കുന്നവന്. അവിടെ മാ അഅ്ബുദുന്ന. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും എന്താ വ്യത്യാസം? ഓലും ഒരു ഇഷ്ടിക കൊണ്ട് കല്ലുകൊണ്ട് നിർമ്മിച്ച വീടിനെ പ്രദക്ഷിണം ചെയ്യണു, നമ്മളും ചെയ്യണം. അവരും കല്ല് കൊണ്ടുപോകുന്നു, അവരും ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ പോകുന്നു, നമ്മളും ഒരു ആളെ വിളിച്ചു പോകുന്നു. അവരും പ്രത്യേക വേഷം ധരിക്കുന്നു, നമ്മളും പ്രത്യേക വേഷം ധരിക്കുന്നു. അവരുടെ പടച്ചോനെയും ഒരു സ്ഥലത്ത് കുടിയിരുത്തിയിരിക്കുകയാണ്, നമ്മളെ പടച്ചോനെയും ഒരു സ്ഥലത്ത് കുടിയിരുത്തിയിരിക്കുകയാണ്. അവിടെ ചെന്നാലേ ആ അള്ളാനെ കാണാൻ പറ്റുള്ളൂ, അവരെ പടച്ചോനെയും അവിടെ ചെന്നാലേ കാണാൻ പറ്റുള്ളൂ. അവർക്കും വെള്ളത്തിന് പുണ്യമുണ്ട്, നമ്മളെ വെള്ളത്തിനും പുണ്യമുണ്ട്. ഒന്ന് മക്കത്തെ വെള്ളമായി എന്ന് മാത്രം, ഒന്ന് ഗംഗയിലെയും യമുനയിലെയും, ഒന്ന് സ്വാമിയുടെയും പൂജാരിയുടെയും വെള്ളമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശിർക്ക്, നമ്മളെ തൗഹീദ്. ഇത് ശിർക്ക്, നമ്മളെ തൗഹീദ്. രണ്ടും ബിൽഡിങ് തന്നെയല്ലേ, രണ്ടും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചത് തന്നെയല്ലേ. എന്താ വ്യത്യാസം? അള്ളാഹ് ഇടങ്ങാറായിട്ട്
പരിശുദ്ധ ഖുർആനിൽ എനിക്കൊരു വീടുണ്ടാക്കി തരുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ ഇടങ്ങാറായിട്ടിരിക്കുക. വിശ്വാസികളെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കരാറ് പൂർത്തീകരിക്കും, നല്ലത് ചെയ്യോ, ഇത് ചെയ്യോ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് നിസ്സാരമായ കാര്യങ്ങളും സത്യം പറയൂ, നുണ പറയരുത് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു എനിക്കൊരു വീടുണ്ടാക്കി തരൂ. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മായിൽ. ഞാൻ ചോദിച്ചു, വീടുണ്ടാക്കിയിട്ട് തൂണുകൾ പണിയണ പണി എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചു. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തിയാണ്, വീട്ടിൽ നിന്നാ തൂണുണ്ടാക്കണത്. ഒരു എഞ്ചിനീയറും പറഞ്ഞിട്ടില്ല വീടുണ്ടാക്കിയിട്ട് തൂണുണ്ടാക്കുക. വീട് അവിടെ നിൽക്കണ്ടേ? മേൽക്കൂര അവിടെ നിന്നിട്ട് വേണ്ട ഈ തൂണുണ്ടാക്കാൻ. അപ്പം മൂപ്പരോരാണ് സിഫത്താണ്. എന്ത് സിഫത്ത്? ആളെ പോട്ടീസാക്കാണ്. സിഫത്ത് തിരിയില്ലാന്നുണ്ട്. ഞാനൊരു മൂല്യരോട് ചോദിച്ചു, അത് സിഫത്താണ്. എന്ത് സിഫത്ത്? അപ്പം പിന്നെ അവസാനം മുട്ടിയപ്പോൾ പറയണം, ആദ്യം തന്നെ പള്ളി അവിടെ ഉണ്ട്, അതിന് ചുമര് വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പം കഥ ഉണ്ടാക്കിക്കണത്. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന് തൂണുകൾ ഉണ്ടാക്കൂ എന്ന്. വീട് ഇവിടെ ഉണ്ട്. അതാണ് ഈ ഇസ്ലാമേ. ഇതനുസരിച്ച് ജീവിക്കുന്ന കുറച്ച് മനുഷ്യരായ സമൂഹത്തെ വാർത്തെടുക്കാനാണ് അള്ളാഹു പറയണത്. പക്ഷേ ഇത് തിരിയണ്ടേ? ഇത് തിരിഞ്ഞാലും തിരിയാത്ത പോലെ നടിക്കുകയാണ് ഇവര്. അള്ളാഹു വെറുതെ പറഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഖവായിദ് എന്ന് പറഞ്ഞാൽ തന്നെ തൂണല്ല, അത് വേറെ അർത്ഥമുണ്ട്. കാത യക്കൂത് കൂത് കായദീൻ എന്ന് ഖുർആൻ ഉപയോഗിച്ചിരിക്കണല്ലോ. അവിടെയൊക്കെ എന്താ അവർ തൂണെന്ന് വെക്കാത്തത്? ഇവിടെ വന്നപ്പോൾ തൂണായി. അവിടെയൊക്കെ അർത്ഥവ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന് തൂണുണ്ടാക്കുമെന്ന് ചോദിച്ചു. ഇവിടെ വീടുണ്ട് സഹോദരന്മാരെ. അതാണ് ഇസ്ലാം, അതാണ് ഖുർആൻ. ആ ഖുർആനിൽ നിന്നാണ് ഇനി ഒരു സമൂഹമാവുന്ന തൂണുകൾ. ഇതിന് ഈ വ്യവസ്ഥിതിക്ക് ഇരിക്കാനുള്ള ഇരുത്തങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഖവായിദ് എന്ന് പറഞ്ഞ ഇരുത്തങ്ങളാണ്. ഈ ആശയങ്ങൾക്ക് ഇരിക്കാനുള്ള മനുഷ്യന്മാരെ ഇവിടെ വാർത്തെടുക്കാനാണ് പറയണത്. ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ ഒരു വീടുണ്ടാക്കിയിട്ട് മഹാനായ ചരിത്രം ലോകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്ത്, ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത്, ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത്, ഒരു സമൂഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച നയിച്ച മഹാന്മാർ ലോകത്ത് മഹാന്മാരായിട്ടുണ്ട്. പക്ഷെ ഒരു വീടുണ്ടാക്കി അവിടേക്ക് ആളുകളെ നമസ്കരിക്കാനും ആരാധനക്കും ക്ഷണിച്ച ഒരു ലോകത്തൊരു മഹാനും ഒരു മനുഷ്യനും മഹാനായ ചരിത്രം ഞാൻ വായിച്ച ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടില്ല. അത് ഇവരെ ഈ ബുഖാരി തന്നെ ഉള്ളൂ. വീട് കെട്ടി മഹാനായ ഇബ്രാഹിം. ഖുർആനിലില്ല. അങ്ങനെ മഹാനാകാൻ കഴിയോ? അതാണ് പ്രസ്ഥാനത്തിനെയാണ് കെട്ടിപ്പടുക്കുന്നത് അദ്ദേഹം. ഒരാശയത്തെയാണ് അവിടെ കെട്ടിപ്പടുക്കുന്നത്. ഈ വീട് എന്ന് പറഞ്ഞാൽ മഅ്വാന്നേ ഉള്ളൂ. ഏത് ഡിക്ഷണറി നോക്കിയാലും മഅ്വ, ആളുകൾക്ക് അഭയം തേടാനുള്ള കേന്ദ്രം. അതൊരു വീടാണെങ്കിൽ അതങ്ങനെ വ്യവസ്ഥാപിതമായ ഒരാശയം, അത് മഅ്വ. ഒരു ഫിക്ര, അതിന് മഅ്വ. ഒരു പാർലമെൻറ്റ്, അത് ബൈത്ത്. ഇതൊക്കെ ബൈത്താണ്. ബൈത്തിനെന്താ ഒരു ബൈത്ത്, വീട്, കുടി. ഇതന്നെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെന്താ അവരോട് നമ്മൾ പറയാം? ബൈത്തുൻ വീട്, ബൈത്തുൻ വീട്, അത് 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട അർത്ഥമാണ്. എന്നിട്ട് ഇത്